ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോ ജെ ഡി വാൻസിന്റെ ഒരു പ്രസ്താവന അല്ലെ ജെ ഡി വാൻസ് പറയുന്ന ഒരു കാര്യം ട്വിറ്ററിൽ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അത് ആക്ച്വലി ഷെയർ ചെയ്തിരിക്കുന്നത് തന്നെ ആരെന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്രായേലി ഫോഴ്സ് ആണ്. ഇസ്രായേലി ഫോഴ്സ് അത് ഷെയർ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ അവര് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, എന്താണ് ആക്ച്വലി ജെ ഡി വാൻസ് പറയുന്നത് എന്നുള്ളത്. deal and in some ways very personally attack the President of the United States. And I guess my message to them would be twofold. Number one, Donald J. Trump is the only head of state in the entire world who is sympathetic to the nation of Israel at this moment in time. And he happens to be the head of state. അതായത് ജെ ഡി വാൻസ് പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ നേതാക്കന്മാരിലും എല്ലാ രാജ്യങ്ങളുടെ തലവന്മാരെടുത്തു കഴിഞ്ഞാലും ഇസ്രായേലിനോട് ഇത്ര അധികം സിമ്പത്തറ്റിക് ആയിട്ടുള്ള വേറൊരു തലവനും കാണത്തില്ല ഡൊണാൾഡ് ട്രംപ് അല്ലാതെ എന്നുള്ളതാണ് ജെ ഡി വാൻസ് പറയുന്നത്. അതിനുശേഷം കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. He happens to be the head of state of the world's superpower. If I was in the cabinet of the Israeli government, I might not be attacking the only powerful ally that I have anywhere left in the entire world. And the second message I would give to some of those അപ്പൊ പറയുന്നത്, ഞാൻ ആ ഒരു പാർലമെന്റ് അംഗമായിരുന്നെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഇസ്രായേലിലെ ഒരു പാർലമെന്റ് അംഗമായിരുന്നു എങ്കിൽ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യത്തിന്റെ ഹെഡ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാരണവശാലും അയാൾ എന്ത് ചെയ്യില്ല, ക്രിട്ടിസൈസ് ചെയ്യത്തില്ല എന്നുള്ളതാണ് ജെ ഡി വാൻസ് പറയുന്നത്. അയാളുടെ കൂടെ നിൽക്കത്തുള്ളൂ എന്നുള്ളതാണ്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഈ പറയുന്ന ഇസ്രായേലിന്റെ പാർലമെന്റ് മെമ്പേഴ്സ് അമേരിക്കയും അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിനെയും തള്ളിപ്പറയുകയും അയാളെ ക്രിട്ടിസൈസ് ചെയ്യുകയും ഈ ഡീലില് ഇസ്രായേലിന് ഒരു തരത്തിലുള്ള പങ്കുമില്ല എന്നുള്ളതൊക്കെ രീതിയിൽ ഇതാമിർ ബെൻ ഗവീർ അടക്കമുള്ള ആൾക്കാർ പറയുകയും കൂടെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തില് ജെ ഡി വാൻസി സംസാരിക്കുന്നത്. ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. To some of those cabinet members, Bibi, to his credit, has not gone down this path. But to some of these cabinet members in Israel who are attacking the President of the United States, the other thing that I would say is that over the last 3 months, 2/3 of the defensive weapons that have protected your homeland have been built by American hands and paid for by American tax dollars. The problem for Israel is not Donald J. Trump. And anybody in Israel who thinks their biggest problem is the President of the United States needs to wake up and smell the reality of the situation that country is in. Thank you all. അതായത് ഇതിനകത്ത് ഇപ്പൊ ജെ ഡി വാൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കഴിഞ്ഞ 3 മാസത്തിനിടെ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ ഉപയോഗിച്ച പ്രതിരോധ ആയുധങ്ങളിൽ ഏകദേശം 2/3 ഭാഗവും അമേരിക്കയിൽ നിർമ്മിച്ചതും അമേരിക്കൻ നികുതിദായകരുടെ പണത്തിൽ നിന്ന് ലഭിച്ചതാണെന്നും ചൂണ്ടിക്കാട്ടിയിട്ടാണ് പുള്ളി കാര്യങ്ങൾ പറയുന്നത്. അതായത് ഒന്ന് സംഗ്രഹിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യത്തിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ അതിന്റെ തലവൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഫൂളിഷ് പരിപാടി ഞാൻ എടുക്കില്ല. ഞാൻ ഇസ്രായേലിന്റെ പാർലമെന്റിൽ ഉണ്ടായിരുന്നുവെങ്കിൽ. അത് മാത്രമല്ല, അമേരിക്കക്കാരുടെ നികുതി പണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ അമേരിക്ക ഇസ്രായേലിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർക്കണം. അപ്പൊ നിങ്ങൾ ഈ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഉറക്കം ഉണ്ടല്ലോ, അതിൽ നിന്നൊന്ന് ഉണർന്നിട്ട് ഈ കാര്യങ്ങൾ കൂടെ ഒന്ന് ഓർക്കണം. മാത്രമല്ല, ലോകത്തിലെ ഇസ്രായേലിനോട് സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഏക രാജ്യം, ആ സിമ്പതി പുലർത്തുന്ന രാജ്യം എന്ന് പറയുന്നതും അമേരിക്കയാണ്. അതേപോലെ തന്നെ ഏറ്റവും സിമ്പതിയുള്ള ലോകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലെയർ അല്ല, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡർ എന്ന് പറയുന്നത് അത് നമ്മുടെ ഡൊണാൾഡ് അണ്ണനും കൂടിയാണ് എന്നുള്ളതാണ് ജെ ഡി വാൻസ് പറയുന്നത്. അപ്പോ ക്ലിയർലി റിഫ്റ്റ് ഉണ്ട് എന്ന അമേരിക്കക്ക് ഇസ്രായേലിനെ പേടിയുണ്ട്. അതിന് കുറച്ച് കാരണങ്ങളുണ്ട് എന്തുകൊണ്ട് ഇസ്രായേലിനെ അമേരിക്ക പേടിക്കുന്നു എന്നുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്ത്, ഇസ്രായേലിന് അമേരിക്കയില് ലോബിങ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള പവറും ശക്തിയുമുണ്ട്. ഏത് ഗവൺമെന്റ് വന്നാലും, ഡെമോക്രാറ്റ്സുകൾ വന്നു കഴിഞ്ഞാലും റിപ്പബ്ലിക്കന്മാർ വന്നു കഴിഞ്ഞാലും
ആ ഗവൺമെന്റിലെ ഒരു സേ ഉള്ള രാജ്യമായിരിക്കും ഈ എക്കാലത്തും ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേലിന് ലോബിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിലെ ജൂത സമൂഹത്തിന്റെ സ്വാധീനം, അമേരിക്കയിലെ ജൂത ജനസംഖ്യ ഏകദേശം 2% മാത്രമാണ്. വിദ്യാഭ്യാസം, ബിസിനസ്, മാധ്യമങ്ങള്, നിയമം, രാഷ്ട്രീയ സംഭാവനകൾ എന്നിവയിൽ അവർക്ക് ശ്രദ്ധേയമായിട്ടുള്ള സ്വാധീനമുണ്ട്. എന്നാൽ അമേരിക്കൻ നയങ്ങളെ നിയന്ത്രിക്കുന്നത്, അതായത് അമേരിക്കൻ നയങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് കൂടിയാണെന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് നോക്കിയേ, 2% ഒരു ജനസംഖ്യ, ആ 2% ജനസംഖ്യയാണ് ആക്ച്വലി അമേരിക്കയിലെ വിദ്യാഭ്യാസത്തിൽ ഒരു വലിയ സ്റ്റേക്ക് അവർക്കുണ്ട്, ബിസിനസ്സിൽ വലിയൊരു സ്റ്റേക്ക് അവർക്കുണ്ട്, മാധ്യമങ്ങളിൽ വലിയൊരു സ്റ്റേക്ക് അവർക്കുണ്ട്, നിയമം, രാഷ്ട്രീയ സംഭാവന, ഈ ഏരിയകളിലൊക്കെ അവർക്ക് വലിയ സ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് അവര് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈവൻ ഡോളറിന്റെ കാര്യത്തിലടക്കം, ഡോളറിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിലടക്കം ആക്ച്വലി ഒരു പവറും ഒരു സ്റ്റേക്കും ഉള്ളത് ഈ പറയുന്ന അമേരിക്കയിലെ ജൂത സമൂഹത്തിനാണ്. ഇനി അത് മാത്രമല്ല, എയ്പാക് എന്ന് പറഞ്ഞൊരു സംഘടനയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയാണ് ഈ എയ്പാക് എന്ന് പറയുന്നത്. ഈ എയ്പാക് പോലെ സംഘടനകൾക്ക് ആക്ച്വലി അമേരിക്കൻ കോൺഗ്രസിൽ അത്യാവശ്യം നല്ല ബന്ധങ്ങളുണ്ട്, നല്ല ഹോൾഡ് ഉണ്ട്, നല്ല സേ ഉണ്ട്. അപ്പൊ അവര് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള നയങ്ങള് ഈ ഹോൾഡ് വെച്ചിട്ട് ഈ പറയുന്ന അമേരിക്കൻ കോൺഗ്രസിൽ അടക്കം എന്ത് ചെയ്യാണ്, പ്രതിഫലിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാണ് അവർ ചെയ്യുന്നത്. അപ്പൊ 2% ഒരു ജനസംഖ്യക്ക് അവരുടെ വിദ്യാഭ്യാസം ആണെന്നുണ്ടെങ്കിലും, മാധ്യമങ്ങളാണെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും അടക്കം ഹോൾഡ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി. അത് മാത്രമല്ല, എയ്പാക് എന്ന് പറയുന്ന ഈ എയ്പാക്കിന് ആക്ച്വലി അമേരിക്കൻ കോൺഗ്രസിനടക്കം ഒരു ബന്ധം സ്ഥാപിക്കുകയും അതിലൂടെ അവർക്ക് ഇസ്രായേലി കൺസെപ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കാനും കൂടെ അവർക്ക് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, യഥാർത്ഥത്തില് അമേരിക്കയിൽ ലോബിങ് ചെയ്യുന്നത്. ഇനി ഇതൊന്നും അല്ലാത്ത വേറൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ പിന്തുണയാണ്. അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിന്നാൽ, ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിന്നാൽ മാത്രമേ ക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് ഉണ്ടാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ഇവാഞ്ചലിക്കൽ സമൂഹം അവിടെയുണ്ട്. അപ്പോ മതപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ ഇവാഞ്ചലിക്കൽ സമൂഹം ആക്ച്വലി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇവാഞ്ചലിക്കൽ സമൂഹത്തിനോട് അമേരിക്കൻ പൊളിറ്റീഷ്യൻസ് തന്നെ പറയുന്നത് എന്താണ്, ഞങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അതുവഴി എന്ത് ചെയ്യുക, ഈ ഇവാഞ്ചലിക്കൽ സമൂഹത്തിന്റെ വോട്ട് നേടിയെടുക്കുക. ഇങ്ങനെ ഒരു പരിപാടിയും കൂടെ യഥാർത്ഥത്തിൽ അമേരിക്കയിൽ നടക്കുന്നുണ്ട്. അപ്പോ ഈ 3 കാര്യങ്ങൾ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തില് ഇസ്രായേലുമായിട്ട് ഇടയുന്നത് ഇസ്രായേലിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്ന യഥാർത്ഥത്തില് അമേരിക്കക്കാണെന്നുള്ളതാണ്. കാരണം ഈ 3 ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന അമേരിക്കൻ ഭരണ വ്യവസ്ഥയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മറിയും എന്നുള്ളതാണ്. അപ്പോ അവിടെയാണ് ഈ പിണങ്ങി നിൽക്കുന്ന, യഥാർത്ഥത്തിൽ സാധനം കുടുങ്ങിയ ട്രംപിന് ഓർമോസിൽ നിന്ന് അത് ഊരിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇറാനുമായിട്ടൊരു കരാറ് നിലവിൽ വന്നേ പറ്റൂ. കാരണം യൂറോപ്പിലെ പല രാജ്യങ്ങളും ഈ പറയുന്ന പെട്രോൾ ഹൈക്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുടുങ്ങി കിടക്കുകയാണ്. അത് മാത്രമല്ല, അമേരിക്കയിൽ അടക്കം സാധനങ്ങളുടെ വില കൂടുന്നതും അതേപോലെ തന്നെ ഇൻഫ്ലേഷനും ഇങ്ങനെ കുറെ സാധനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ സമ്പദ് വ്യവസ്ഥ തകരാതിരിക്കണം എന്നുണ്ടെങ്കിലും, ഒരു ലോകമാന്ദ്യം വരാണ്ടിരിക്കണം എന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ഇറാനുമായി ഒരു കരാറിൽ എത്തേണ്ടിയിരുന്നു ട്രംപിന്. പക്ഷെ അത് ഒരിക്കലും ആർക്ക് സമ്മതമല്ല, ഇസ്രായേലിന് സമ്മതമല്ല. എന്നാൽ ഇസ്രായേലിനെ പട്ടങ്ങ് തഴഞ്ഞു വിട്ടിട്ട് ഇസ്രായേലിന്റെ പണി നോക്കട്ടെ എന്നുള്ള ലെവലിൽ നിൽക്കാൻ പറ്റുമോ? പറ്റത്തൂല്ല. അതിന് ഈ 3 കാരണങ്ങളും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തില് ഈ പറയുന്ന അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആണ് ഇസ്രായേൽ എന്ന് പറയെങ്കിൽ കൂടെ യഥാർത്ഥത്തില് ഇസ്രായേലിന്റെ ബാക്കി 50 സ്റ്റേറ്റുകളാണ് അമേരിക്ക എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്, കുറച്ചും കൂടെ ശരിയായിട്ടുള്ള കാര്യം എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ ട്രംപിനും പേടിയുണ്ട്,
JD വാൻസിനും പേടിയുണ്ട്, പീറ്റർ ഹെക്സത്തിനും പേടിയുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം JD വാൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറാന്റെ ഈ പറയുന്ന മിസൈൽ ശേഷിനെ കുറച്ചു കൊണ്ടുവരും എന്നുള്ളത്. ട്രംപ് ആക്ച്വലി അതിന് കുറച്ചും കൂടെ ഒരു ലോജിക്കലായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇറാനോട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അനീതിയാണെന്നുള്ളത് ട്രംപ് പ്രതികരിക്കുന്ന അതേ സമയത്ത് തന്നെ JD വാൻസ് വന്നിട്ട് ഇറാന്റെ മിസൈൽ ശേഷി കുറച്ചു കൊണ്ടുവരുന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തില് ഈ പറയുന്ന ചെകുത്താന്റെ കടലിന്റെ നടുക്ക് പെട്ട പോലെയാണ് ഇപ്പോ അമേരിക്കയുടെ അവസ്ഥ എന്നുള്ളതാണ്.